ഹായ്, നമ്മളൊരു ശാപത്തിനെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഫേസ്ബുക്കിൽ കാണുന്ന ഒരു സംഗതി എന്തെന്ന് പറഞ്ഞാൽ കുലുഹിതമായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് രേണുവിന് വേണ്ടിയിട്ട്, രേഷ്മയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറയുന്നത്. ശാപമാണ് അവരുടെ മെയിൻ ലൈഫ്. രക്ഷയില്ലാത്തതാണ്. ദൈവവിശ്വാസിയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ദൈവത്തിനേക്കാൾ ഉപരി സാത്താനെ സേവിക്കുകയും ചെയ്യുന്നതാണ്. ഇവർ ദൈവവിശ്വാസിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ സ്ത്രീക്കൊപ്പം അവർ കയറി കുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇവർ ഏറ്റവും വലിയ വിഷമാണെന്നുള്ള തെളിവാണ് ഇപ്പോൾ രാജ് ടോക്സ് പുറത്തുവിട്ട ആ ഒരു വോയിസ്. ഇതിൻ്റെ കൂടെ അവരുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തു. അവരുടെ നമ്പർ ഉൾപ്പെടെ എന്തെങ്കിലും വേണമെന്നുള്ളവർ ചോദിച്ചാൽ ഞാൻ തരാം കേട്ടോ. ഇവരുടെ പേര് ബിന്ദു എന്നാണ്. ഇവർ ICICയിൽ എന്തോ വർക്കാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വിവരം കെട്ടവരൊക്കെ ICICയിൽ എടുത്ത് വെച്ചിരിക്കുമെന്തോ. തിരുവനന്തപുരം സ്വദേശിയാണ് ഇത്. ഇതുവരെ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ട് അതാണ്. ഇവരുടെ നമ്പർ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. രേണു നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വന്ന് ആരെങ്കിലും ഉപദ്രവിക്കുകയോ നിങ്ങളെ അടിക്കുകയോ ചെയ്തു. പക്ഷെ അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏകോന്ന് കേട്ടിട്ടുണ്ട്. അത് അവർ കൃത്യം കൊണ്ടിരിക്കും. അതിപ്പോ ഇന്നലെ എങ്ങാണ്ട് ഒരു വീഡിയോ എങ്ങാണ്ട് അവർ പറയുന്നുണ്ട് മരിക്കുന്ന അവരെന്തായാലും അധികം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അത് അവർക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. ക്യാൻസർ വന്നവരാരും അധികം 100 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പൊ നിങ്ങൾ ആണായാലും പെണ്ണായാലും അതിനായിട്ട് ഈ സ്ത്രീ മരിക്കണമെന്ന് ആഗ്രഹം ഒന്നെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ, പെണ്ണാണെങ്കിൽ ഒരു യൂട്രസ് ക്യാൻസറോ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ വരാം. ഇല്ലെങ്കിൽ ഇത് രണ്ടും നിനക്ക് വരൂലേ? ഈ പറഞ്ഞ യൂട്രസ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും നിനക്ക് വരൂലേ? വരത്തില്ലേ? നിനക്ക് വരേണ്ടത് സത്യം പറഞ്ഞാൽ ഇമാതിരിയുള്ള തോന്നിയാസങ്ങളൊക്കെ പറയുന്നവർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. ക്യാൻസർ ഒരു വലിയ രോഗമാണ്. അത് ഒൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ഇപ്പം നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ കേസ് കണ്ടില്ലേ? ഒരു പ്രാവശ്യം വന്നു, പിന്നെ തുടർച്ചയായിട്ട് അത് വരും. വലിയ പാടാണ്, ഭയങ്കര പാടാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ. അത് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ത്രീയുടെ മനസ്സിലുള്ള ക്യാൻസർ എന്ന് ആലോചിക്കുകയാണ്. ക്യാൻസറിനേക്കാൾ ഭീകരമാണ് ഈ സ്ത്രീ. ആണെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം, എനിക്ക് ഒരു കോളൺ ക്യാൻസർ വന്നാലും മതി. എന്തായാലും വന്നിരിക്കുന്ന കാര്യം പറയും. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും തീർച്ചയായിട്ടും അത് നമ്മളെ എഫക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനത്തെ കർമ്മമാണോ ചെയ്യുന്നത്, വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ആദ്യം ഒരു ജനറൽ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾ സംസാരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ ആ ഒരു ശാപം ഉണ്ടല്ലോ. 2 ദിവസം ഇന്നലെയും കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവരെ ഈ രീതിയിൽ ഓൺലൈനിൽ അവരെ മാനസികമായി വിഷമിപ്പിച്ച എല്ലാവർക്കും അവരുടെ ശാപം ഉണ്ടാവും എന്നുള്ള കാര്യം. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏക്കേണ്ടത് ഇപ്പൊ അതൊക്കെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാപം ഏക്കാതെ ഒന്നും ഇരിക്കൂല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ശപിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 7 തലമുറകളെ 1, 2 അല്ല 7 തലമുറകളെ ആയിരിക്കും എഫക്ട് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെടുന്ന ആളാണെങ്കിലും ഓർത്തിരുന്നോ, നിങ്ങൾ എന്നെ ഇരുന്നോ. ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഞാൻ ആര് ശപിക്കാം? ഞാനൊന്നുമല്ല, ആ സ്ത്രീയുടെ ശാപമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ നിങ്ങളുടെ മകനെയോ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നല്ലോ. അവര് നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ അവിടെ അവർക്ക് വേണ്ടി പൂജ ചെയ്തു. ക്യാൻസർ മാത്രമേ വരാവുള്ളൂ ചേച്ചി. അപ്പോൾ രേണുവിന് വരുന്നത് കർമ്മയാണല്ലേ? ശാപമൊക്കെ ഈ കുട്ടി അങ്ങോട്ട് നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രൊഫൈലിൽ കൂടെ വലിയ രോഷം കൊള്ളണ്ട. രേണു മരിക്കും, ഒന്നുകിൽ ക്യാൻസർ അല്ലെങ്കിൽ എയ്ഡ്സ്, അല്ലെങ്കിൽ അവൾ കാണിച്ചു വെച്ചേക്കുന്ന കണ്ട് ഈ ഇളയ കൊച്ചു വലുതാകുമ്പോൾ അവൻ കൊല്ലും. മാന്യതയുള്ള ഒരു മക്കളും അമ്മയുടെ അശ്ലീല ചേഷ്ടകൾ കാണാനും വട കാണിക്കുന്നത് കാണാനും അശ്ലീലം പറയുന്നത് കേൾക്കാനും അരയും തുണയും മുലച്ചാല് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത് കാണാനും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ശാപമൊക്കെ ആയിട്ട് ചേച്ചി ചെല്ല്. ഇവിടെ ഈ ഭീഷണിയൊന്നും ഏൽക്കത്തില്ല. പിന്നെ ജെന്യുവിൻ അക്കൗണ്ട് ഞാൻ ഇവളെ പോലെയുള്ള തെണ്ടികൾക്ക് കമൻ്റ് ഇടാൻ യൂസ് ചെയ്യുന്നില്ല. അയ്യേ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ് അമ്മച്ചി. നമ്മൾ പിച്ചക്കാർക്ക് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കാൻ കൊടുക്കുമോ? അല്ലെങ്കിൽ ചാവാലി പട്ടികൾക്ക് അത് കഴിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കൊച്ചു എഴുതിയിട്ടുണ്ട്. നീ ഇതെന്റെ ഈ ഒരു അക്കൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതുപോലത്തെ 8 അക്കൗണ്ടുകളുണ്ട്. ഞാനും തിരിച്ചു കൊടുക്കുന്നത് തന്നെ ഉണ്ട്. 8 അക്കൗണ്ടുകളിൽ നിന്നാണ് അടിക്കുന്നത്. അത് മാത്രമല്ല 8 അക്കൗണ്ട് മാത്രമേ ഇനിയും ക്രിയേറ്റ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് 8 അക്കൗണ്ടുകളിൽ. ഇൻസ്റ്റയിൽ തന്നെ എനിക്കൊരു 12 അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ തൽക്കാലം 8 ഉള്ളൂ. അത് കുറച്ചും കൂടെ ഒരു വിപുലീകരിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാര്യം നിന്നെ പോലെയുള്ള താവളി പട്ടികളെ ഇതുപോലെ തെറി കൊടുക്കണ്ടേ. ഞാനിപ്പോ ഇവിടെ തെറി ഞാൻ അവിടെയാണ് കൊടുക്കണം. ഞാൻ ഇപ്പൊ നീ പറഞ്ഞില്ലേ പിച്ചപാത്രത്തിൽ കൊടുക്കണം, അത് തന്നെയാണ് ഞാനും ചെയ്യണത്. പക്ഷെ ഞാൻ ജെനുവിൻ അക്കൗണ്ടിലാണ് രേണുസുതിയിലേക്ക് എഴുതുന്നത്. പക്ഷെ വേറെ അക്കൗണ്ടിൽ നിന്ന് എഴുതാറുണ്ട്. അത് അവിടെ തെറി വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. പിന്നെ പൊന്നുമോ അപ്പച്ചൻ പറയണ പോലെ അവര് ചെയ്തത് തെറ്റാണോ ശരിയാണോ? അത് തെറ്റ് തന്നെയാണ്. അത് ആര് പറഞ്ഞാൽ ഇതുപോലെ പല അവന്മാരും എന്നോട് ചോദിച്ച കാര്യമാണ് അവള് ചെയ്തത് ശരിയാണോ? ഞാൻ 101% തെറ്റാണ്.
തെറ്റാണെന്ന് അമ്മച്ചിക്ക് അറിയാം, പക്ഷെ അമ്മച്ചി എന്നാലും സപ്പോർട്ട് പറയും. ഒരുപാട് ഒരുപാട് പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരില്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമുക്കൊക്കെ വരുന്ന തെറി കമൻറ്റ് 1-2 പേര് മാത്രം ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള വിഷജന്തുക്കളാണ് പല ഐഡികളിൽ നിന്ന് തെറി വിളിക്കുന്നത്. ഈ കമൻറ്റ് കണ്ടിട്ടാണ് പലരും പിൻവാങ്ങുന്നത്. നമുക്കൊക്കെ വരുന്ന ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ടീവ് കമൻസ് ആണ്. ഇവക്കൊക്കെ വരുന്നത് മുഴുക്ക ഫേക്ക് ഫേക്ക് ഫേക്ക്. ഞാനത് നോട്ട് ചെയ്തതാണ്. എനിക്കിപ്പോൾ അങ്ങനെ കമൻറ്റ് വരാത്തതിൻ്റെ കാരണം ഈ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പിന്നെ ഫേക്ക് ഐ ഡി അതിനകത്ത് പിന്നെ കമൻറ്റ് ഇടാൻ ഒക്കത്തില്ല. അങ്ങനെ വേണം ചെയ്യാൻ. ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ആ കംപ്ലൈൻറ്റിൽ ഈ പറയുന്ന വ്യക്തി ഇനി ഒരു ഫേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അവർക്ക് ഇതിടാൻ പറ്റരുത്. അപ്പോൾ ഇത് കുറയും. പക്ഷെ ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയോട് സഹതാപം, നിനക്ക് പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യണം? വന്നോളും ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടക്കണ്ണേ വന്നോളും. ആണും പെണ്ണും കെട്ടവരാണ് ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നേ, ഈ ഫേക്ക് അക്കൗണ്ട് എന്നുള്ള പരിപാടി. അതൊക്കെ കുഴപ്പമില്ല, ഞാനും ഇത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആണും പെണ്ണും കെട്ടവരാണ്. ശിവനെ ശിവനെ, എൻ്റെ പൊന്ന് ശിവപെരുമാളെ, കോമഡി പീസുകൾ. അപ്പം നീ ആണും പെണ്ണും കെട്ടണമെന്നാണ് ആ പെണ്ണുമുള്ള പറയണത്. ബിന്ദു ചേച്ചി പറയുന്നതാണ് അവൾ ആണും പെണ്ണും കെട്ടണമെന്ന്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചേരും. അതുകൊണ്ട് എഴുതി ബുദ്ധിമുട്ടണമെന്നില്ല. പെണ്ണല്ല ആണാണെന്ന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പെണ്ണുങ്ങളല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ആണാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ മെഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്റെ പ്രാർത്ഥന നടക്കോ ഇല്ലെന്ന് നീ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്കറിയാം. എന്റെ പ്രാർത്ഥനയും പൂജയും കർമ്മവും നടക്കും. ഞാൻ ചാത്തൻ സേവയും ചെയ്യുന്ന വ്യക്തിയാണ്. ചാത്തൻ സേവ ചെയ്യാറുണ്ട്. സാത്വികമൂർത്തിയായിട്ട് തന്നെയാണ് ചാത്തനെ ആരാധിക്കുന്നത്. ഇങ്ങനെ കേൾക്കൂല എന്നൊന്നും പറയണ്ട. ഏക്കൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് രവിതയല്ല, രവി ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ശബ്ദം കേൾക്കാനായിട്ട് കുതിച്ചിരുന്നു കേട്ടോ. ഇത്രയും ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട്, ജെനുവിൻ അക്കൗണ്ട് ആണാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ട് എന്നോട് സംസാരിക്കും. എനിക്കും ഇതുപോലെ 8 അക്കൗണ്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു 10-16 അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതിന് വേണ്ടി തന്നെയായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, മറുപടി കൊടുക്കാൻ. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യോ? നിങ്ങളൊരു വലിയ ബിസിനസ്സുകാരിയല്ലേ? ഞാൻ ബിസിനസ്സുകാരിയാണ്, അതേസമയത്ത് ഗുണ്ടയാവേണ്ട അടുത്ത് ഗുണ്ടയാവാനും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്നെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മെഴുകാൻ നിൽക്കണ്ട. നിനക്ക് കിട്ടാനുള്ളത് വഴിക്ക് കിട്ടിക്കോളും. പിന്നെ ചാത്തൻ സേവ നടത്തുന്ന എന്നോടൊക്കെയുള്ള കളി കളിച്ചു കഴിഞ്ഞാൽ ഊക്കിന് കൊടുക്കാൻ നമുക്കറിയാം. വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വരുത്തും മഹാരോഗങ്ങള്. ആ പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ വരട്ടാൻ നോക്കണം. എന്നെ നിനക്ക് അറിയില്ല, അതുകൊണ്ടാണ്. നിനക്കുള്ള ആപ്പ് ഞാൻ ഇന്ന് സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോ ചാത്തനെ വെക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് കാണാം, ഇല്ലയോ എന്ന് കാണാം. എങ്ങനെ എഫക്ട് ചെയ്യുമെന്നൊന്ന് കാണട്ടെ ഞാൻ. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. വിളക്ക് വെക്കുമ്പോ നിനക്കുള്ള ആപ്പ് ഞാൻ പണിയാം കേട്ടോ. മരണം അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് ചാടാൻ നോക്കി. എന്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. ചാത്തൻ സേവ ചെയ്യുന്ന ആളിന്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. നിന്റെ വീട്ടിൽ ഇനി നടക്കാൻ പോണ എന്താന്ന് നീ കാണും കേട്ടോ. നീ എഴുതിയിട എല്ലായിടത്തും. നീ എന്റെ വോയിസ് റെക്കോർഡിങ്സ് എല്ലായിടത്തും അയക്കും. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പേര പണി എന്താണെന്ന്, ചാത്തൻ സേവ. നിന്നെ പോലെ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ഞാൻ ചെയ്യുന്ന കേട്ടോ. ഇതടെ നിന്റെ വീട്ടിൽ നടക്കാൻ പോണ മരണം എനിക്ക് ഇപ്പോഴേ കാണാം. നിന്റെ കുടുംബം തീർന്ന്. ഇന്ന് ഞാൻ വെക്കുന്നുണ്ട് പൂജ. നിനക്കുള്ളത് പണി. നീ രവിതാ മനോജാണോ കുവിതാ മനോജാണോ? ഇവർക്ക് ഒരാളുടെ വീട്ടിൽ മരണം കണ്ടാൽ ചിരി വരുമോ? വല്ലാത്തതര സൈക്കോ എന്നിട്ട് സമ്മതിക്കാതെ പാടില്ല. രവിയാണോ? ഊക്കിന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഊക്കിന് കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ കേട്ടാ. ചാത്തൻ ബാക്കി പണി തന്നോളൂ. നിന്നെ പോലെയുള്ളവന്മാരെയൊക്കെ അടക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം കേട്ടോ. അധികം കിടന്ന് മെഴുകല്ലേ. നിനക്ക് വരുന്നത് ക്യാൻസർ അല്ല, കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഒരു പുഴു എഴയണ പോലെ അഴുകി പുഴുത്ത് വീട്ടിൽ കിടക്കുന്ന വീട്ടുകാരുടെ എല്ലാവരുടെയും കുത്തുവാക്കും കട്ടി. ഇപ്പൊ രേണുവിനെ പറയുന്നില്ലേ, അത് നീ അനുഭവിക്കും. കൈയും കാലും നഷ്ടപ്പെട്ട് പുഴു നൊച്ചിണ പോലെ പുഴു ശരീരത്തുനിന്ന് ഛർദിച്ച് വരും. നീ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. 1 കൊല്ലത്തിനകം
ഞാൻ ഇന്ന് ചെയ്യാൻ പോണ പൂജ നിനക്ക് ഏറ്റിരിക്കും. നിന്റെ കുടുംബത്തോടെ നീ നശിക്കും മോനെ. എന്നെ നിനക്ക് തികച്ചറിയത്തില്ല. ഏറ്റുതരാം ഞാൻ. കണക്കിന് ആണി വെച്ച് തന്നെ അടിച്ചു തരാം. അതായത് നമ്മളൊക്കെ ചെയ്യണ പണി അതൊക്കെയാണ്. കാണിച്ചു തരാം കേട്ടാ. ആണും പെണ്ണും കേട്ട ഹിജടെ സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു. ഇപ്പൊ ഞാൻ ചിരിച്ചതാണ് കൊലച്ചിരി. നിന്റെ മരണം സത്യമായിട്ടും ഈ സ്ത്രീയുടെ കുടുംബക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിന്ദുവിൻ്റെ കുടുംബക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരിടുന്ന് ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാണ് നഷ്ടം വരാൻ പോണത്. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് സർവനാശം ഭവന്തു, അവരെ വീട്ടിൽ തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. ശിവപെരുമാളെ ചിരി. ഞാൻ ഈ കൊലച്ചിരി ചിരിച്ച് പലരെ നോക്കി ഞാൻ ചിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ മരണവും നടന്നിട്ടുണ്ട്. മരണ ദേവതയെന്ന് എനിക്ക് വേറൊരു പേരുണ്ട്. നിനക്ക് മരണം അടുക്കുമ്പോ എന്റെ ഈ ചിരി നിനക്ക് കേക്കാം. ഇന്ന് വൈകുന്നേരത്തെ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ മോനെ, കേട്ടോ. നിനക്ക് ഞാൻ പല രീതിയിൽ നീ പേരും നിന്റെ നാളൊന്നും പറയണ്ട. ഊക്കിനെ കൊള്ളിക്കണ മന്ത്രങ്ങളുണ്ട്. കേട്ടോ. അയ്യോ, വീട്ടിലെ കൊച്ചു കുഞ്ഞടക്കം ചാവാൻ പോണേ. കയ്യും കാലും അറ്റുപോയത് പുഴുത്ത് പുഴും കൊച്ചുന്ന രംഗം ഞാനിങ്ങനെ ഓർത്തു പോവേണ്. അതെ, ഞാൻ കണ്ടില്ലെങ്കിലും ദൈവം കണ്ടോളൂ. ഞാൻ ചെയ്യണ നിന്റെ അഹങ്കാരം ഞാൻ നിർത്തി തരാം കേട്ടോ. പുഴുന്നൊച്ചു നിന്റെ ദേഹം കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ ചാത്തിന് ശക്തി ഇല്ലടാ പാട്ടി തായോളി. രേണുവിൻ്റെ ചേച്ചിയാണോ ആപ്പ് വെച്ചേ? അതാണോ അവൾ നരയിക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള സൈക്കോ, ഒരു മിനിറ്റ്, നിങ്ങളെപ്പോലെയുള്ള ഒരു സൈക്കാട്രിക് പേഷ്യൻറ്റിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചാത്തനേക്കാളും വലിയ ആൾ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് വട്ടത്തി ചെല്ല്. നീ നിന്റെ വഴിയിൽ എന്നെ തകർക്കാൻ നോക്ക്. സത്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും ഒന്ന് കാണട്ടെ. നിന്റെ ശക്തിയും എന്റെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടണം ഒന്ന് കാണട്ടെ. ആര് ജയിക്കുമെന്ന് കാണണം. എന്തായാലും പൊന്നുമോന് കിട്ടേണ്ടത് കിട്ടും. ഇന്ന് വൈകുന്നേരത്തെ പൂജയോടെ ഞാൻ നിന്റെ കാര്യം തീർത്തു തരാം. നീ നിന്റെ ദൈവത്തിനോട് എനിക്കുള്ള പണി നീ ചെയ്യും. എന്റെ ജാതകവും കാര്യങ്ങളൊക്കെ എന്റെ ഇന്റർനെറ്റിൽ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. കാര്യം ഞാൻ അത്ര ഫേമസാ. ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. പൊന്നുമോനെ അധികം കിടന്ന് മെഴുകല്ലേ. ബിന്ദു ഹരേ കൃഷ്ണ പേരാ, കൃഷ്ണനാണ് കൂട്ടി. അപ്പൊ ശരി, ഗുഡ് ബൈ. അധികം ബുദ്ധിമുട്ടുണ്ടായി എഴുതി കേട്ടോ. നമുക്ക് മനസ്സിലായി നീ ആരാണെന്ന്. ഈ ലേഡിയെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ഈ വിഷയം, ഈ സ്ത്രീ ഇങ്ങനെയാണ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല ഒരു ഗ്രാഹ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം അവരുടെ ഫോട്ടോ, ലേറ്റസ്റ്റ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇതാണ് നമ്മുടെ ബിന്ദു ചേച്ചി. ആളുകളപ്പോൾ രാവുന്ന ബിന്ദു ചേച്ചിയാണ്. ഒന്നും പറയാം, ബിന്ദു ഹരേ കൃഷ്ണ, ഒന്നും പറയാനില്ല. ഓഹ്, എന്താണ് സാധനം എന്ന് ഓർത്ത് നോക്കിക്കുകയാണ്. ഇവളൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരെ സഹായിക്കുന്ന പ്രാവിൻ്റെ ഉടമയാണ്, പ്രാക്കിൻ്റെ ഉടമ. പ്രാവി തള്ളിയിരിക്കുകയാണ് ആൾക്കാരെ. കോമഡി പീസ്, അല്ലാതെ എന്തോ പറയുക. പിന്നെ ഇവളുടെ നമ്പറുള്ളത് കൊണ്ട് തന്നെ ഇവളുടെ സ്റ്റാറ്റസുകളാണേ. ഒരു സ്റ്റാറ്റസ് ഇതാണ്: ഒന്ന് നിർത്തടോ യൂട്യൂബർ ഓളികളെ, ഈ പാവത്തിനെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കൂ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും പൂജകളുടെയും ഫലമാണ് രേണു ആരോഗ്യത്തോടെ ഇപ്പോഴും ഇരിക്കുന്നത്. ദൈവം എന്ന ഒന്നുണ്ട്. ഐ ഹാവിൻ സീൻ എ സ്ട്രോങ് വിമൺ ഇൻ മൈ ലൈഫ് ലൈക്ക് രേണു സുധി. നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നവരോട് ഞാൻ ശക്തമായി തന്നെ പൊരുതും, എൻ്റെ കുഞ്ഞനിയെത്തി. ആ പെണ്ണിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ മുഴുക തെറിവിളിയും കുരു പറച്ചിലുമാണ്. അപ്പോൾ ഇവരുടെ നമ്പർ വേണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്താൽ മതി. ചേച്ചിക്ക് 959539929991 ഇതാണ് അവരുടെ നമ്പർ. അപ്പോൾ ഞാനിത് ഫുള്ള് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ഓരോ യന്ത്രച്ചികളെയും നമ്മൾ തൂക്കി വെച്ചിട്ടുണ്ട്. ഇവരെ ഞാൻ എപ്പോൾ നോട്ട് ചെയ്തെന്നറിയാമോ? ഈ നമ്മുടെ ശിവക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഇവരൊരു വഴിപാട് കഴിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂപ്പൺ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ ഇവരെ നോട്ടപ്പുള്ളിയാക്കിയിരുന്നത് കേട്ടോ. നാളെ എൻ്റെ കുഞ്ഞനിയത്തി രേണുവിൻ്റെ സുധിക്ക് 2ാമത്തെ കീമോതെറാപ്പിയാണ്. ഇത്രയും ജനങ്ങളുടെ
ഇത്രയും ജനങ്ങളുടെ കുത്തുവാക്കുകൾക്കിടയിലും അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഐ ഹാവിൻ സീൻ സച്ച് എ സ്ട്രോങ് വിമൺ ഇൻ മൈ ലൈഫ് ടൈം. ക്യാൻസർ രോഗത്തെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച ഒരു വ്യക്തി, കീമോതെറാപ്പിയെ കീമോക്കുട്ട എൻ്റെ അസുഖം വേറെ മാറ്റിത്താ എന്ന് പാട്ടുപാടുന്ന രേണു. ഒരു വശത്ത് ക്യാൻസർ എന്ന മഹാരോഗം, മറുവശത്ത് കുത്തുവാക്ക് മാത്രം പറയുന്ന ഒരു കൂട്ടം പിശാചുക്കൾ. ഇവരിൽ നിന്നൊക്കെ മഹാദേവൻ രേണുവിനെ രക്ഷിക്കട്ടെ. മൃത്യുജ്ഞയ ഹോമം ചെയ്ത് എന്നതുകൊണ്ട് ആർക്കും ആയുസ് നീട്ടിക്കിട്ടില്ല. ഒരാളുടെ കർമ്മം ഒടുങ്ങിയെങ്കിൽ മാത്രമേ മരണം അയാളെ തേടി വരൂ. കർമ്മം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ മഹാദേവം രോഗശാന. ഈ പെണ്ണിന് പ്രാന്തല്ല കേട്ടോ, അതിൻ്റെ മേളെന്തരാണ് ഇവളുടെ ഓരോരോ ഇത് വായിച്ചാൽ മരിക്കുക. അമ്മാതിരിയുള്ള സാധനമാണ് ഈ പെണ്ണുമ്പിള്ള എഴുതിയിടുന്നത്. എനിവേ, ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു, ഇങ്ങനെയുള്ള കുറേ സൈക്കോകളാണ് ഈ സ്ത്രീക്ക് കൂട്ടുകേട്ട. ഇത്രയും സൈക്കോകളായ വെറും പുഴുത്ത സൈക്കോകളാണ് ഇവൾക്ക് കൂട്ടു നിൽക്കുന്നത്. വല്ലാത്ത ജാതി സ്ത്രീ. എൻ്റെ മുഖം കണ്ട അവരാ ക്രിമിനലിസം മുഴുക്കാൻ മുഖത്തുണ്ട്. എന്ത് സാധനമാണോ എന്തോ. കുട്ടികൾക്ക് അസുഖം വരാൻ, കുട്ടികൾക്ക് ഇത് വരാൻ വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു മക്കൾ പുഴുക്കാൻ വേണ്ടി, രേണുസുതിക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുന്ന സ്ത്രീയാണ്. കൊച്ചുമക്കൾ ഭ്രാന്തെടുക്കണം, കൊച്ചുമക്കൾ പുഴുക്കണം. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളാണ് ടാർഗറ്റ്. രേണു കാണിക്കുന്ന തെറ്റാണെന്നും അറിയാം, അതും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടാണ് വല്ലാത്ത ജാതി, ഒന്നും പറയാനില്ല. ഇവരൊക്കെ പ്രാകുകയും ഇത് മുൻപേ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് അസുഖം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ ഭയങ്കരമായിട്ട് പ്രാക്കായിരുന്നു, എല്ലാവരെയും പ്രാക്കായിരുന്നു. സത്യത്തിൽ ഈ പ്രാക്കെല്ലാം കൂടെ തിരിച്ചടിച്ചതാണെന്ന് തോന്നുന്നു. അതാണ് അവർക്ക് ഇങ്ങനെ ഒന്ന് വന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാം, അസുഖം ഒരു രീതിയിലും നമുക്ക് ഒരാൾക്ക് ഒരു അസുഖം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാവത്തില്ല. മറ്റൊരാളെ നോവിക്കുമ്പോഴാണ്. അതായത് ഇപ്പം എന്നെയൊക്കെ രേണു പറഞ്ഞത്, കാല് വയ്യാത്ത എന്നെ ഞാൻ ഡയപ്പറിലിരുന്ന് മൂത്രം ഒഴിക്കുന്നു എന്നാ. ഇപ്പം അവർ സ്വർണ്ണക്കടത്തുണ്ട്, അല്ലെങ്കിൽ അവർക്കവിടെ വെൺവാണിഫമുണ്ട്. ഇതൊക്കെ നമ്മളെയും പലരും പറയാറുണ്ട്. അപ്പം നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായി അതിനെ എതിർക്കുക. ഇപ്പോൾ എവിടെ കൂടെ നിന്ന കുറേ ഫോട്ടോസ് വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തു. അതിനകത്തൊക്കെ തന്നെ സജിന ഫിറോസ് ഉണ്ട്. സജിനയെ പറ്റി നമ്മൾ എത്രയോ കാര്യങ്ങൾ പറയണം. സജിന തന്നെ വന്ന് പറഞ്ഞു, അതെ ഞാൻ ആ റാക്കറ്റിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതുമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെയാണ് ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അവർ കൊള്ളത്തില്ലേ, അവർ പിഴച്ചതോ, അവരെന്തെങ്കിലും പ്രശ്നമോ, അതൊക്കെ അവരുടെ ഇതാണ്. പക്ഷേ ഈ ചില വിഷയങ്ങൾ അവർ വന്ന് പറയുന്നുണ്ടല്ലോ, അതുമൂലം ഇനി ഒരാൾ ആ ട്രാപ്പിൽ പോയി പെടാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അല്ല ഇനി സജിനെ നന്നാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അരം കഴിഞ്ഞു പോയി, നമുക്ക് ഒന്നും ചെയ്യാകത്തില്ല. അതേസമയം അവർ വന്ന് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അവർ പോയി വീണ അതേ കുമ്പലിലേക്ക് മറ്റൊരു പെൺകുട്ടി പോയി വീഴാതിരിക്കാൻ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിൽ നിന്നും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം രേണു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവിടെ ആയിരുന്നപ്പം. രേണു ഈ കുമ്പലിൽ പോയി ചാടിയതല്ലേ. രേണുവിൻ്റെ മാനേജർ ഉൾപ്പെടെ ഇതിനകത്ത് ഇൻവോൾവഡ് അല്ലേ. നമ്മൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇല്ലാഞ്ഞിട്ടല്ലോ നമ്മൾ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു സ്ഥിര പരിപാടിയാണ്, കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്ത് കേസ്? എന്താണ് കേസ്? ഇവിടെ ജനൻ TV എനിക്കെതിരെ വീഡിയോ ചെയ്തു, ഞാനൊരു കേസ് കൊടുത്തു, അതുകൊണ്ട് ജനൻ TV നിർത്തിപ്പോയാ ആ കേസ് അവിടെ ഉണ്ട്, അതവർ വാദിക്കും. അവരാണ് തെറ്റുകാരെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന മാനനഷ്ടത്തിൻ്റെ പുറത്ത് പൈസ തരേണ്ടി വരും. അതേസമയം അവർ പറഞ്ഞ ഇപ്പം ഞാൻ ചാരിറ്റിയാണെന്നുള്ളതിന് അവർ തെളിവുണ്ടെങ്കിൽ അത് തട്ടിപ്പോവും. അതേപോലെ എനിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ജാമ്യതയ്ക്കെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ അവൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നഷ്ടപരിഹാരം ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അവരുടെ വിവാഹബന്ധം ഇതുവരെയും വേർപെട്ടിട്ടില്ല എന്നുള്ളതാണ്. തെളിവുണ്ട്, വേർപെട്ടിട്ടില്ല. ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ കോടതി തെളിവാണ് നോക്കുന്നത്. കോടതിയോടെ ഇമോഷണലി ഇതൊന്നും കോടതി നോക്കത്തില്ല. അതൊക്കെ ചിന്തിക്കാൻ കോമൺ സെൻസ് ആണ്. ഇതിനൊന്നും വിവരമില്ല. അതുകൊണ്ടാണ് കുറേ സംഖ്യകളാണ് ഇവളെ കൂട്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ. സംഖ്യകളാണ് അവൾക്കൊപ്പമുള്ളത്. അവർ പറയുന്നതാണ് അവരുടെ ഇത്. അവരങ്ങ് തീരുമാനിക്കുകയാണ്, അവർ പറയുന്നതിന് ശരി, അവരുടെ ഒപ്പമാണ് ദൈവം നിൽക്കുന്നതെന്ന്. ദൈവം ഉള്ള വിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ളൊരു വ്യക്തി മറ്റൊരാളെ ദ്രോഹിക്കാൻ പ്രാവുമോ? മറ്റൊരാൾക്ക് ദ്രോഹം വരാൻ പ്രാവുമോ? നമ്മൾ പോയി ദൈവങ്ങളുടെ അടുത്ത് പറയണതാണ് സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്നല്ലാതെ ദൈവമേ അവിടെ ഒരു കൊച്ചു കൊച്ചുണ്ട്, ആ കൊച്ചിൻ്റെ കയ്യും കാലും പുഴുക്കണം, അതിൽ നിന്ന് പുഴു ഒലിക്കണം. എന്തിന്? ഇതൊക്കെയാണ് പ്രാക്ക്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെല്ലാം പ്രാവണം? ഈ രേണുവിനെ ഞാൻ എങ്ങനെയെല്ലാം പ്രാവണം? ഞാൻ വിധവയാണ് എന്ന് പറയുമ്പോൾ ഞാൻ വിധവയല്ല, 4-5 ഭർത്താവ് ഉണ്ടെന്ന് ഇന്ന് വരെ ആരെയും കാണിക്കാൻ പറ്റാത്ത ആ എന്നെപ്പറ്റി പച്ച മോശം പറഞ്ഞ സ്ത്രീയാണ് അവർ.
എൻ്റെ ഉമ്മയെ പറ്റി എന്തെല്ലാം വൃത്തിയോട് പറഞ്ഞ സ്ത്രീയാണ് അവർ. എൻ്റെ വയ്യായ്മയെ കളിയാക്കിയവരാണ് അവർ. എൻ്റെ വൈകല്യത്തിനെ കളി. അപ്പം ഞാൻ പറയണ്ടേ ഇവക്കും അതുപോലെ വൈകല്യം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടേ, പറയണ്ടേ? നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യണത്. അവിടെ ചാത്തം വന്ന് കുലിക്കിയാലൊന്നും തീരൂല. ഞാൻ ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീ പക്ക സൈക്കോയുടെ അങ്ങേ ലെവലാണ് ഈ സ്ത്രീ. അതുകൊണ്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ സ്ത്രീ ഇത്രത്തോളം സൈക്കോ വർത്തമാനം പറഞ്ഞ് എത്രയോ പേര് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ചാനൽ കമൻറ്റുകൾ ഇടാൻ വേണ്ടി മാത്രം അവർ ഇത്രയധികം ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്താൽ റെഫർ ചെയ്യട്ടെ, വെരിഫൈ ചെയ്യട്ടെ, എൻക്വയറി ചെയ്യട്ടെ, അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവർ നീട്ടിക്കൊണ്ട് പോകും. അപ്പോഴേക്കും നേരം വെളുക്കും. പക്ഷെ ഇവറ്റകളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് തുറന്ന് കാണിക്കാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. പോലീസിൻ്റെ നിർവഹണം കൃത്യമായി ചെയ്തെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിതൊന്നും കൊണ്ട് ഇറങ്ങത്തില്ലല്ലോ. ഇത് ഞാൻ ഈ വീഡിയോ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നമ്മളടുത്ത് എന്തിനാണ് ഇതൊക്കെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ. പക്ഷെ അങ്ങനെയല്ല, പലരും ഭയന്ന് മാറിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ നിയമമുണ്ട് കേട്ടോ. ഗുജറാത്തിൽ ഇതിനെതിരെ കർശനമായ നിയമമുണ്ട്. ഇത്തരത്തിൽ ചാത്ത സേവ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ ടൈമിനെതിരെ ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര 3 സംസ്ഥാനങ്ങളിൽ കർശനമായ നടപടി ഉണ്ട് ഇതിനെതിരെ. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സായ 3 സംസ്ഥാനങ്ങളാണത്. ഡബോൾക്കർ വെടിവെച്ച് ഇട്ടപ്പോൾ വന്ന ഒരു നിയമ ഇതാണ് അത്. ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ യുക്തിവാദികൾ കരട് ഉണ്ടാക്കി കൊടുത്തിട്ട് 10 വർഷത്തിന് മേളിലായി. യുക്തിവാദികൾ തെറ്റിദ്ധരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കരട് പരിശോധിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് പാസ്സാവണം. അന്ധവിശ്വാസ നിർമ്മാർജ്ജനം, ഇങ്ങനെ അന്ധമായ വിശ്വാസങ്ങളിൽ കൂടെ മനുഷ്യർക്ക് ഹാനിയാകുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഒരു ബലി നടന്നില്ലേ, അന്ന് ഈ കരട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. എവിടെ? സത്യത്തിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. വിശ്വാസമാകാം, അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ട അവസ്ഥയാണ്. അതിലാണ് ഈ കുരുതി കൊടുക്കുന്ന പരിപാടി. ഈ കുരുതി കൊടുക്കുന്ന മനുഷ്യജീവനല്ലേ കൊണ്ട് കൊടുക്കുന്ന, കൊച്ചു പിള്ളേരെ കയ്യിലേ കൊടുക്കണേ. അപ്പോൾ ചെയ്യത്തില്ല. ഇത്ര എഡ്യൂക്കേറ്റഡായ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും ആ ബില്ല് പാസ്സായിട്ടില്ല. മഹാരാഷ്ട്രയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഗുജറാത്തിലുണ്ട്, ഈ ബില്ല് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഈ അന്ധവിശ്വാസങ്ങൾ മൂലമുള്ള ഇങ്ങനത്തെ കുരുതികളും മറ്റുമൊക്കെ വന്നാൽ അപ്പോഴേ ടപ്പയകത്ത് കിടക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ നമ്മളെ നാട്ടിലും കൂടെ ഇത് വരണമെന്നാണ് പറയുന്നത്. കർണാടക നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ അമ്പലങ്ങളും അതും ഇതും ഒക്കെ ഉള്ള തീവ്ര വിശ്വാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കർണാടക. അവിടെയുണ്ട്, അവിടെ ഇത് പാസ്സായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതുവരെ ഇല്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അടിച്ച് പൊട്ടിക്കാണ് വേണ്ട ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നതിന്. സൈബർ ഇടങ്ങളിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത് ഇവളുമാരാണ്. ഓമന അമ്മച്ചിയിലേക്ക് ഞാൻ നടന്നു വരുന്നുണ്ട് കേട്ടോ. അമ്മച്ചിയെ ഞാൻ ചെവി തൂക്കി എടുക്കും, അതിൽ തർക്കമൊന്നും വേണ്ട. ഇങ്ങനെ കുറേ എണ്ണം ശാപവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ശാപങ്ങളൊക്കെ പലിക്കുന്ന മുഴുക്ക രേണുവിനാണെന്ന് മാത്രമുള്ളതാണ് വസ്തുത. എന്താ പറയുക അല്ലേ? അപ്പോൾ ശരി.